ഹായ് എവരിവൺ, ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാം, ഹൈറിച്ചിൻ്റെ കേസ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ED ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ EDയുടെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. ഇത് ഹൈറിച്ച് യൂണിയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ഹൈറിച്ച് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസ് CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഇതോടുകൂടി ഹൈറിച്ചിനും ഹൈറിച്ച് യൂണിയനുള്ളവർക്കും വലിയൊരു തിരിച്ചടിയാണ് ഇന്ന് നേരിട്ടിരിക്കുന്നത്. നിലവിൽ കോടതിയിൽ കേസുകളൊക്കെ തന്നെ എത്തുന്ന സമയത്ത് ഹൈറിച്ച് നീട്ടിവെക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഹൈറിച്ച് അഡ്വക്കേറ്റ് ഇത് നീട്ടിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടുകൂടി അന്വേഷണം പാതി വഴിയിലായ ഒരു സാഹചര്യത്തിലായിരുന്നു. അതിനിടയിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു അന്വേഷണം കേരള പോലീസിന്റെ പരിധിയിൽ നിൽക്കുന്നതല്ല. രാജ്യാന്തര ബന്ധവും ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ അടക്കമുള്ള കറൻസിയുടെ കൈമാറ്റവും അടക്കം നിരവധി സാങ്കേതിക വിഷയങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കേരള പോലീസ് ഈ ഒരു കേസ് CBIക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരാണ് നിലവിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. DGPയുടെ ശുപാർശ പ്രകാരമാണ് സർക്കാർ നടപടി. കേസിൽ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളായി നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട പെർഫോമ റിപ്പോർട്ടുകൾ അടക്കമുള്ള വിശദാംശങ്ങൾ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഹൈറിച്ചിനു മുമ്പും മറ്റു പല പേരുകളിലും ഹൈറിച്ച് ഉടമകൾ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഹൈറിച്ച് ഉടമകൾ സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി 3141 കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. OTT പ്ലാറ്റ്ഫോം, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബിസിനസ്സുകളിലും നിരവധി ബിസിനസ്സുകളിൽ പണം മുടക്കി കോടികളുടെ ലാഭം നേടാമെന്ന് വ്യാമോഹിപ്പിച്ചും പ്രതികൾ 1157 കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതോടെ ഹൈറിച്ചിനെതിരായ അന്വേഷണം കൂടുതൽ കടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.